ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇത് ലിത്വാനിയയിലെ ഒരു കുരിശുകളുടെ ഒരു സമ്മേളനമുണ്ട്. ലക്ഷക്കണക്കിന് കുരിശുകൾ. അപ്പൊ ഈ ലക്ഷക്കണക്കിന് കുരിശുകളെ കാണാനുള്ള ഒരു യാത്രയാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഒരു വെറൈറ്റി എപ്പിസോഡായിരിക്കും. ഇത് ലാത്വിയന്ന് ലിത്വാനിയയിലേക്കാണ് പോകുന്നത്. ലിത്വാനിയയിലേക്ക് ഏകദേശം 76 കിലോമീറ്റർ ഉണ്ട്. ലാത്വിയന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര എടുക്കും. നമ്മളാ മഞ്ഞ പൂവൊക്കെ അവിടെ കാണുന്നില്ലല്ലോ, അങ്ങ് ദൂരെ കണ്ടില്ലേ, ആ എണ്ണൻ്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. ലിത്വാനിയ എന്ന രാജ്യത്തിലെ സിയൗലിയ എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട്. ഈ പട്ടണത്തിൽ നിന്ന് അതിൻ്റെ വടക്ക് ഭാഗത്ത് ഏകദേശം ഒരു 12 കിലോമീറ്റർ വിട്ടിട്ടാണ് ദി ഹിൽ ഓഫ് ക്രോസസ് എന്ന സ്ഥലമുണ്ട്. അവിടേക്കാണ് പോകുന്നത്. ഇതാണ് ഹിൽ ഓഫ് ക്രോസസ്. അപ്പോൾ ഈ ഹിൽ ഓഫ് ക്രോസസിൻ്റെ അകത്ത് കണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ലക്ഷക്കണക്കിന് കുരിശുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്കുള്ള കാഴ്ച നമുക്ക് കാണാൻ പോവാം. എന്ന ഒരു അവിടെയുള്ള ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചുമരിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാപ്പുണ്ട് ഇവിടെ. അപ്പം ഇത് ഹിൽ ഓഫ് ക്രോസസ്ക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു കവാടാണിത്. ഈ കവാടത്തിലൂടെ അങ്ങോട്ട് കടക്കുക. അങ്ങനെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്. ഇവിടെയൊക്കെ നിലത്ത് കട്ട വിരിച്ചിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, ആകാശം നല്ല തെളിഞ്ഞതാണ്, സൂര്യനുണ്ട്. എല്ലാം കൊണ്ടും നല്ല യാത്ര ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. നല്ല രസമായ ഭാഗമാണ്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ പച്ച പുല്ല് ഉള്ളത്. ഇവിടെ ഒരു പാട്ടുകാരൻ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ട് കുറച്ച് നേരം കേൾക്കാം. ഈ മ്യൂസിക് വായിക്കുന്ന നാട്ടുകാരന് ഇപ്പോൾ ഒരു ജീവിത പ്രശ്നമാണ്. അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ആളുകൾ എന്തെങ്കിലും പിന്നെ സംഭാവനയായിട്ട് ഇട്ട് കൊടുക്കും. അത് ഇദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ ഇത് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പേട്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ജോർദാനിലെ ലോകാത്ഭുതം. അവിടെ ഇതേപോലെ പോകുന്ന വഴിക്ക് പിന്നെ ഗിറ്റാർ ഉള്ളത് ഉണ്ടായി. ഞാൻ പണ്ട് വീഡിയോ കാണിച്ചിരുന്നത്. അതുപോലെ മ്യൂസിക് മാത്രം ഇട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ വരെ കാണാം, ഇങ്ങനെ മ്യൂസിക് ഇടുന്ന ആൾക്കാരെ കാണാം.
ഇവിടുന്നാണ് ഈ കുരിശുകൾ ഇങ്ങനെ തുടങ്ങുന്നത്. ഒരു ചെറിയൊരു മലൻ്റെ മുകളിലാണ്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി പോവാം, അങ്ങനെ രണ്ട് സൈഡിലും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ അതങ്ങനെ നിങ്ങൾ കാണാം, പല മോഡലിൽ, പല സൈസിൽ, പല കളറിൽ ഒക്കെ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിത്വാനിയയിലെ പ്രസിദ്ധമായ ഹിൽ ഓഫ് ക്രോസസ് എന്ന് അവിടേക്ക് പറയാം. ഈ ജനങ്ങളുടെ കരുണക്കും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനാണ് ഈ കുന്നിൽ ആദ്യമായിട്ട് കുരിശ് സ്ഥാപിച്ചതെന്നാണ് നാടോടി കഥകൾ പറയുന്നത്. പിന്നെ താമസിയാതെ സാരിസ്റ്റ് റഷ്യക്കെതിരെ പോരാടി മരിച്ച സൈനികരെ ആദരിക്കാൻ കുരിശുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇവിടെ. ഇതിങ്ങനെ മരത്തിൻ്റെ സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ കുരിശുകളെ കൊണ്ടൊരു തിരക്കാണ്. ഞാൻ പറഞ്ഞ കുരിശുകളുടെ ഒരു സമ്മേളനമാണ് ഇവിടെ. അങ്ങനെ അങ്ങോട്ട് റൈറ്റ് സൈഡിലുണ്ടല്ലോ, ഇതൊക്കെ ഒരു ചെറിയൊരു കുന്നുപോലെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉള്ളത്. ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ താഴേക്ക് വീണ്ടും ഇറക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും പോകാൻ പറ്റും. നമ്മുടെ ആക്രിക്കടയിലുള്ള പോലത്തെ ഒരു സംഭവമാണ്. കണ്ടമാനം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇടയിൽ കൂടി പോകണമെങ്കിൽ വലിയ പണിയാണ്. ഇതിങ്ങോട്ടേക്ക് താഴേക്ക് ഒരു ഇറക്കാനുള്ളത്. ശരിക്കും ഈ ഹിൽ ഓഫ് ക്രോസിന് ചരിത്രം വ്യക്തമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ നാടോടിക്കഥ ഉണ്ടല്ലോ, അത് ആ ഒരു കഥയാണുള്ളത്. പിന്നെ 1831 1863 ഈ സാരിസ്റ്റ് റഷ്യക്കെതിരെ പ്രക്ഷോഭങ്ങൾ മരിച്ച സൈനികരെ ബഹുമാനിക്കാൻ കുരിശുകളുടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഈ റഷ്യക്ക് ഇങ്ങനെ മതവും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ റഷ്യ കുരിശുകളിൽ നെറ്റി ചുടുക്കുകയും പിന്നെ ആവർത്തിച്ച് ഇതിങ്ങോട്ട് തകർത്ത് കളയുകയും ചെയ്തിരുന്നു. 1961 അവസാനത്തോടെ ഈ സോവിയറ്റ് സൈനികർ ഈ മരക്കുരിശുകളൊക്കെ കത്തിച്ച് മെറ്റൽ കുരിശുകൾ സ്ക്രാപ്പിനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ കല്ലും കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. പിന്നെ ചിലരെ വെറുതെ അടക്കം ചെയ്തിവിടെ പുതിയ കുരിശുകൾ രഹസ്യമായി നട്ടുപിടിപ്പിച്ചുകൊണ്ട് പ്രദേശത്തെ ജനങ്ങൾ വീണ്ടും പ്രതികരിച്ച് കാലക്രമേണ ഈ കുരിശിൻ്റെ കുന്ന് ഇതിനെ അതിജീവിച്ചു. 1988 മുതലാണ് പിന്നെ ലിത്വാനിയക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഈ ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പ്രദേശത്തിന് ആഗോള പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. 1993 സെപ്റ്റംബർ 7 അന്നത്തെ നമ്മളെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വിശുദ്ധ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ആ സന്ദർശനത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വരി ഇതായിരുന്നു: നമ്മുടെ രക്ഷകന്റെ മരണം കണ്ട ഗോൽഗോഥയുടെ പോലെയുള്ള ഈ കുന്നിൻ കുരിശുകളിലേക്ക് നിങ്ങളുടെ രാജ്യത്തെ പുത്രന്മാരും പുത്രിമാരും വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നത്. ഇവിടെ കുരിശ് ദൈവത്തിലുള്ള നിത്യജീവന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം അന്ന് പറയുകയും ചെയ്തു. ഇതിങ്ങനെ നടന്ന് കാണലാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ കുരിശിൽ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. ഒരുപാട് കുരിശുകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും കാണില്ല. നമ്മുടെ നാട്ടിൽ മരിച്ച അവിടെയാണല്ലോ ഈ കുരിശ് ഉണ്ടാവുക, സെമിത്തേരിയിലൊക്കെ. ഇവിടെ ഇഷ്ടംപോലെ കുരിശുകളാണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. കുരിശ് കണ്ടിട്ട് നമ്മളിങ്ങോട്ട് മടുക്കും, അത്രക്കും കുരിശാണ്. ഒരു പ്രധാന കത്തോലിക്ക രാഷ്ട്രമെന്ന നിലയിൽ ഇവിടുത്തെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു മെഴുകുതിരി കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശകർ കുരിശുമലയിലേക്ക് വരുന്നത്. ഈ കുരിശുകളിൽ ഭൂരിഭാഗവും മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇവിടെ തീപിടുത്തം ഉണ്ടാകാറുണ്ട്. ഇവിടെ ഈ കുരിശുകൾക്ക് പുറമെ ചിലർ ഈ ജപമാല മുത്തുകൾ, മതപരമായ രൂപങ്ങളുള്ള നാണയങ്ങൾ, വിശുദ്ധരുടെ വെള്ളി ഫ്രെയിം ചെയ്ത ചിത്രങ്ങൾ, പിന്നെ തുണിസഞ്ചികൾ, ഇതൊക്കെ ഇവിടെ വെച്ച് പോക്കാറുണ്ട്. ഒരു ലക്ഷം നല്ലല്ലോ.
ഇതിലേ അങ്ങ് ദൂരെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെ ഒരു പള്ളി കാണാം. അങ്ങോട്ട് പോയില്ലേ? ഞാൻ പോയിട്ടില്ല. നടന്നു ഇനി സ്പീഡിൽ ഇല്ല, പോയിട്ടില്ല. ആ ഒരു
ഇതിൽ അങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെ കണ്ടില്ല, ഇതൊരു വലിയൊരു കുരിശ്, അതിൻ്റെ മുകളിൽ ഒരു സീലിംഗ് ഒക്കെ ചെയ്ത് മഴ കൊള്ളാതിരിക്കുന്ന ഒരു സ്റ്റേജ് മോഡൽ ഉണ്ടാക്കിയിട്ടതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുവരെ അങ്ങനെ ടാറിങ് ഉണ്ട്. ഇതിൻ്റെ കുറച്ചപ്പുറം ലെഫ്റ്റ് സൈഡിലാണ് മെയിൻ റോഡ് ഉള്ളത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മരത്തിൻ്റെ സ്റ്റെപ്പാണ് ഉള്ളത്. ആ മരത്തിൻ്റെ സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് രൂപത്തിലുള്ള പരിപാടിയാണ്. ഇതിലിങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലും പിന്നെ നല്ല സൂപ്പർ കാഴ്ചയാണ്. ഇതിങ്ങനെ വന്നിട്ട് ഇത് വലിയൊരു കുരിശോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങ് ദൂരെ കംപ്ലീറ്റ് കാണാം. സന്ദർശകർ വളരെ കുറവാണ് പൊതുവേ. ഈ ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ പിന്നെ സന്ദർശകർ പൊതുവേ ടൂറിസ്റ്റ് ആളുകൾ കുറവാണ്. അപ്പം ഇനി മടങ്ങാൻ നല്ല അതേ വഴിക്ക് തന്നെ മടങ്ങാൻ നല്ല സൂപ്പർ കാഴ്ചയാണ്. നമ്മുടെ നേരത്തെ കണ്ട മ്യൂസിക്കാരുണ്ട്, അപ്പം മുപ്പരപ്പം കുറച്ച് കൂടട്ടെ. This is Lithuania. അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് കടന്നു. ഈ ഒരു എൻട്രൻസ് ഉള്ളത്. പിന്നെ അതല്ലാണ്ട് പിന്നെ വേറെ റോഡ് സൈഡിൽ കൂടി അങ്ങനെ ആയിട്ട് കയറാം. കുറേ പുല്ലും ഇതൊക്കെ ഒരു വേ ആയിട്ടില്ല, വഴിയായിട്ട് ഇത് മാത്രമേ ഉള്ളത്. ഇത് ഹിൽ ഓഫ് ക്രോസസ്. ഇനി ഇതിൻ്റെ അടുത്ത് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാതിൻ്റെ അടുത്തും ഈ സുവനീർ വെക്കുന്ന ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജപമാല, കുരിശ് ഒക്കെ. അപ്പോൾ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അടുത്തും ഇതിൻ്റെ കച്ചവടക്കാർ കുറേ ഉണ്ടാവുമല്ലോ. ഇവളൊരു ഇസ്രായേലുകാരത്തെയാണ്. അപ്പോൾ അവൾ ഇവിടെ ജോലി ചെയ്യണം. അവൾ സെയിൽസ് ഗേളാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ജപമാലകളും കുരിശുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ വലിയ വലിയ മാലകളൊക്കെ ഉണ്ട്. വന്ന നിലക്ക് ഇതൊക്കെ ഒന്ന് കയറി സന്ദർശിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത്ര വിപുലമായ മാലകൾ വിൽക്കുന്ന കടകൾ കാണാനില്ല. നമ്മൾ സ്വർണ്ണക്കടയിലല്ല മാലയൊക്കെ വിൽക്കുന്ന കണ്ടിട്ടുള്ളല്ലോ. അപ്പോൾ ഈ മാലയൊക്കെ ഒന്ന് കണ്ടോളി.
അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിർത്തുകയാണ്. അപ്പോൾ ദി ഹിൽ ഓഫ് ക്രോസസ് ലിത്വാനിയയിലെ. അപ്പം ഇനി ഇവിടുത്തെ കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ട്, അവരോടൊക്കെ നല്ല കമ്പനി ആയിരുന്നു. അപ്പം ഇനി ബാക്കി നമുക്കിനി പുതിയൊരു എപ്പിസോഡ് കാണാം. Solvega. From Lithuania. Lithuania. Wow. traveling and cooking. Traveling and cooking. Yes. And how does it cause your YouTube channel? His name? Yes. This my name is Zakaria. And YouTube channel Yeah. name? Zach Travel. Zach Travel. Okay, we will look. Zach's varieties. Indian food, European food, and Chinese. So you are traveling all the time? Yeah, all time. Okay. How many countries? Maybe more than 45 countries. That's Would you nice. like to pay for parking? We just ran into us when we were drinking, so we're here. Here, the machine. ലിത്വാനിയയിലെ ഒരു ലഞ്ച് കഴിക്കാൻ പോവാണ് ഞങ്ങള്. ഇനി ഞങ്ങള് ലഞ്ച് ലോക്കൽ ലഞ്ചാണ്. ആ ലോക്കൽ ലഞ്ച് നമുക്ക് കാണാം. എന്നാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. Yeah, exactly. Like plate. Yeah, 1, 2, 3, 4, 5 tables, and that is for the driver and the guide. That's different, eh? Yeah, this for this different group. അപ്പൊ ലഞ്ച് കഴിക്കാൻ പോവാണ്. എന്താ പറഞ്ഞേ? രസം പോലത്തെ ഒരു സൂപ്പും ഒരു ചെറിയൊരു കഷ്ണം ബ്രെഡ്, ചോക്ലേറ്റ് ബ്രെഡ് പോലത്തെ ഒരു സാധനം, കുറച്ച് ചോറും 2 കട്ട്ലറ്റും കുറച്ച് ബീട്രൂട്ടും കുറച്ച് സലാഡും കുറച്ചൊരു കറിയും, അതിന് ശേഷം പിന്നെ ഐസ്ക്രീമും ബൂസ്റ്റ് ഇട്ടിട്ടുള്ളൊരു ഐസ്ക്രീം മോഡൽ. ഇതായിരുന്നു കഴിച്ചത്. ഭക്ഷണം കഴിച്ച് ഇനി പുറത്തിറങ്ങാണ്. ഇവിടെ ഈ പ്രതിമകൾക്കൊന്നും വലിയ ക്ഷാമല്ല. ഇവിടെയുള്ള എല്ലാ പ്രതിമകളും ഇതുപോലെ ജനിച്ച വേഷത്തിലുള്ളത്. ഇറ്റലിയിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്, ഈ ജനിച്ച വേഷത്തിലുള്ള പ്രതിമകൾ. ഒരു 1.5 വലിപ്പം എന്നല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരാളാണ് ഇവിടുത്തെ പുള്ളിക്കാരൻ. ഹോട്ടൽ സ്റ്റാഫാണ്. ഇത് ഇവിടുത്തെ ഐസ്ക്രീം വിൽപ്പനക്കാരത്തെയാണ്. ഈ കടനോട് ചാരിയിട്ടാനല്ല, ഇത് അവിടുത്തെ സ്റ്റാഫാണ്. ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫാണിത്. ഇവിടെയാണ് ഇവിടുത്തെ ഐസ്ക്രീം ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. ലിത്വാനിയക്കാരി. ഇദ്ദേഹം ഒരു ചിത്രകാരനാണ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ്. പുള്ളിക്കാരൻ ഒരാളുടെ ചിത്രം അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ സ്പോട്ടിലിരുന്നിട്ട് ഒരു പേപ്പറും പെന്നും കിട്ടിക്കഴിഞ്ഞാൽ വരക്കും. ഇതിൻ്റെ ഒരു ഫേസ് കണ്ടില്ലേ? ഈ ഒരു ഫേസിനെ ഇദ്ദേഹം ചിത്രരൂപത്തിലാക്കിയിട്ടുള്ളതാണ്. ഒരു A4 പേപ്പറിൽ കുത്തി കുറച്ച് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ? ഏകദേശം ഇല്ല, എന്നെ പോലെ തന്നെ അല്ലേ കണ്ടിട്ട് പുള്ളിക്കാരൻ വരച്ചത്. അതുപോലെ പുള്ളിക്കാരൻ പലരുടെയും വരച്ചു കൊടുക്കാറുണ്ട്. നല്ലൊരു ചിത്രകാരനാണ്. അദ്ദേഹത്തിന് ഇനിയും ഇതുപോലത്തെ കഴിവ് ദൈവം കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിനി ലാത്തിയേക്ക് പോവാണ്. ലിത്വാനിയയിൽ നിന്ന് ലാത്തിയേക്ക് ഏകദേശം ഇനിയൊരു മണിക്കൂറോളം യാത്ര ഉണ്ട്. അപ്പം ഇനി പുറത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. ഈ ലിത്വാനിയ എന്ന രാജ്യം ഈ യൂറോപ്പിലെ ബാൾട്ടിക് മേഖലയിലെ ഒരു രാജ്യമാണത്. ഇതിൻ്റെ ബാൾട്ടിക്കിൽ കടലിൻ്റെ കിഴക്ക് തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ലാത്തിയാണ്, പിന്നെ കിഴക്കും തെക്കും ബെലാറസ് ആണ്, പിന്നെ തെക്ക് പോളണ്ടാണ്, തെക്ക് പടിഞ്ഞാറ് റഷ്യയാണ്, പിന്നെ ബാൾട്ടിക് കടലിൻ്റെ പടിഞ്ഞാറ് സ്വീഡനുമായിട്ട് ഇതൊരു സമുദ്രാതിർത്തിയും പങ്കിടുന്നുണ്ട്. ലിത്വാനിയൻ്റെ തലസ്ഥാനം വിൽനിയസ് ആണ്. ഇവിടെ ആകെ ലിത്വാനിയയിൽ 2.8 ദശലക്ഷം ആൾക്കാരുടെ താമസം. ഇനി ഡിന്നർ കഴിക്കണം.
ഡിന്നർ ഒരു നേപ്പാളി ഹോട്ടലിലാണ് ഡിന്നർ കഴിക്കുന്നത്. നമ്മളുടെ ഒരു ഇന്ത്യൻ ടൈപ്പ് ഡിന്നർ തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇനിയും കുറേ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു പോകാൻ തീരുമാനിച്ചാണ്. നേപ്പാളി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നേപ്പാളി റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ 5 യൂറോ ആണ് ലഞ്ചിനോട് ചാർജ്. ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, 4.95. അപ്പോൾ ഇനി നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കിടക്കാം. ഇനി അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇൻ്റെ ഡ്രസ്സും ചോപ്പാണ്, ഇവരെ കസേരയും ചോപ്പാണ്, ഒക്കെപ്പാട് ചോപ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡിന്നർ കഴിക്കുകയാണ്. സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എത്തും. അപ്പോൾ ആദ്യം തന്നെ ഒരു സൂപ്പാണ്, ഒരു രസം പോലത്തെ ഒരു സൂപ്പ്. അതിനുശേഷം പിന്നെ സാധാ ബസ്മതി റൈസ്, പിന്നെ സ്പ്രിങ് റോൾ ഉണ്ട്. നമ്മൾ നോമ്പിനൊക്കെ പൊരിക്കുന്ന കൂടുതലും അത്, കുറച്ച് പിന്നെ ചിക്കൻ്റെ കറിയും, പിന്നെ കോളിഫ്ലവർ, കുറച്ച് ഉള്ളി, പിന്നെ ഇത് ഐസ്ക്രീം ഇതിൻ്റെ ഒപ്പം മസ്റ്റാണ് ഈ മധുരം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടുത്തെ ഹോട്ടൽ സ്റ്റാഫിനൊന്ന് പരിചയപ്പെടാം നമുക്ക്. ചിൽഡ്രൻ ഇവിടെ ഒരു മലയാളി പയ്യനുണ്ട്, അവനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ സജാദ് അന്നൊന്ന് കാണട്ടെ, നമ്മളെ ചാനലിലൊക്കെ ഒന്ന് വരട്ടെ. ഇത് മലയാളി സജാദ്. ലാറ്റ്വിയയിലെ സ്റ്റുഡന്റ് ആണ് ഇവന്. ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എത്തി ഭക്ഷണം കഴിച്ചാണ്. ഹോട്ടൽ മാനേജർ പഠിക്കുക അല്ലേ? അല്ല, ഹോട്ടൽ മാനേജർ, ബിസിനസ് മാനേജ്മെന്റ് ഫ്രം കോട്ടക്കൽ, നമ്മുടെ അടുത്ത് തന്നെയാണ്. അതെ, കണ്ടതിൽ സന്തോഷം. ഭക്ഷണം കഴിച്ച് ഇനി പുറത്തിറങ്ങാണ്. ഈ ലിത്വാനിയ രാജ്യത്തിൻ്റെ ഒരു ഭാഷ ലിത്വാനിയനാണ്. ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് 1990 മാർച്ച് 11-നാണ്. ഇവർ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നത്, അതായത് യുവിൽ ചേർന്നിട്ടുള്ളത് 2004 മെയ് 1-നാണ്, തൊഴിലാളി ദിനത്തിൽ. ഇവിടുത്തെ സർക്കാർ യൂണിറ്റി സെമി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കിലാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര് ഗീതനാസ് നൗസദെ എന്നാണ്. പിന്നെ പ്രധാനമന്ത്രി ഇൻഗ്രിഡ ഷിമോണിറ്റോ ആണ്. അപ്പോൾ ഇനി തിരിച്ച് നമ്മളുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഈ സ്റ്റുഡൻറ്റുമാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലതാണ് ഒരു കണക്കിന്, കാരണം വിദേശ രാജ്യങ്ങളെ പറ്റി ഒന്ന് ഐഡിയ കിട്ടുകയും ചെയ്യും, അവരുടെ ചെലവും കഴിഞ്ഞ് കിട്ടും. അതൊരു നല്ലൊരു സംഭവമാണ്. പൊതുവെ യൂറോപ്പിൽ പഠിക്കാൻ പോകുന്ന നാട്ടിലൊരു പാത്രം കഴുകാത്ത ഒരുത്തനാണ് ഇവിടെ വന്നിട്ട് പാത്രം കഴുകുന്നത്. ഒന്ന് പഠിക്കുന്ന നല്ലതാണ്. അതേപോലെ തന്നെ ഒന്ന് ഗൾഫിലും പോകുന്നത് നല്ലതാണ്. ഒരു ലൈഫൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കും. ഇതെല്ലാം തന്നെ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യും. നാളെ നമ്മളോട് ഗൈഡും വരും. അപ്പോൾ ബസ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ഇനി നേരെ ഹോട്ടലിലേക്ക് കയറണം. Light, no light. Well, ഇവിടെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ കീ കൊടുക്കണം എന്നൊന്നുമില്ല. അത് അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അവർ ഒക്കെ ക്ലീനാക്കി വെക്കും. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെ ഞങ്ങളെ റൂം തുറക്കുകയാണ്. ഇനി അകത്ത്
അപ്പോൾ അവരെന്നെ കംപ്ലീറ്റ് ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടാവും. ബെഡും കാര്യങ്ങളൊക്കെ നല്ല ബാത്റൂമിലും ഒക്കെ ടിഷ്യൂ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പിന്നെ ബാത്റൂമിൽ സോപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ ലിക്വിഡ് ആയിട്ടുണ്ടാകുക. ഇപ്പോൾ സമയം 11:30 മണിയാണ്. 11:30 മണിയുടെ ആ രാത്രിയാണ് കാണുന്നത്. കാരണം ഇപ്പോഴും പിന്നെ ഇരുട്ടായിട്ടില്ല. ആകാശത്തെ മേഘങ്ങളും തെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ് ഇരുട്ടായിരിക്കുമല്ലോ ഈ സമയത്ത്. ഫിൻലാൻഡിനെ പോലെയല്ല ഈ റിഗ. ഈ ലാത്വിയൻ്റെ ക്യാപിറ്റലാണ് റിഗ. ഇവിടെ രാത്രി കുറച്ച് ഇരുട്ട് വരും. അതായത് ഫുള്ള് വൈറ്റ് കളറല്ല, ഇങ്ങനെ ഇരുട്ടായിക്കൊണ്ടിരിക്കും. ഇനി ഉറങ്ങണം. ഇനിയൊരു 2 മണിയോട് ബന്ധപ്പെട്ടിട്ട് എണീക്കും വേണം. 2 മണിക്കാണ് ഞങ്ങളുടെ സുബഹി നമസ്കാരം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.